വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെയും ആഖിറത്തെയും പ്രതിപാദിക്കുന്ന രണ്ട് തലം വിശദീകരിച്ചപ്പോൾ വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചത്. ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളിയാഴ്ച ദിവസം നിർവഹിക്കേണ്ട ജുമുഅ നിസ്കാരം, ആ നിസ്കാരത്തിലേക്ക് ജനങ്ങൾ വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്നാണ്. വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് എത്രയും വേഗം പള്ളിയിലേക്ക് എത്തണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഉണരുക, വേഗത്തിലാക്കുക, ധൃതി കൂട്ടുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണത്തിൽ കാണാം, നേരത്തെ തന്നെ പള്ളിയിലെത്താൻ ശ്രമിക്കുകയും അന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുകയും അത് ആഖിറത്തിന്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് വേഗം എത്തിപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. മറ്റൊരിടത്ത് അല്ലാഹു തആല സൽപ്രവർത്തനങ്ങളിലേക്ക് മുഅ്മിനീങ്ങളായ വ്യക്തിത്വങ്ങൾ എത്തിപ്പെടേണ്ടതിന്റെ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറുകളിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുക എന്നാണ് പറയുന്നത്. ഏത് ഖൈറുണ്ടെങ്കിലും അത് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയല്ല, പെട്ടെന്ന് ചെയ്തു തീർക്കുക, വീണ്ടും കൂടുതൽ ചെയ്യാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വിശാലമായി കിടക്കുന്ന അവന്റെ സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും അല്ലാഹു വിളിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ വിളിക്കുന്നത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർദ്. നിങ്ങൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ ഓടിപ്പോകുവീൻ. വസാരിഉ, നിങ്ങൾ ഓടിപ്പോകുവീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടോട്ടലി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് ആഖിറത്തിന്റെ വിഷയം പറയുമ്പോൾ ഫഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഓടുക എന്നതാണ്. പടച്ച റബ്ബിലേക്ക് ഓടുക, ആഖിറത്തിലേക്ക് ഓടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുന്നത്. എന്നാൽ ദുനിയാവിന്റെ വിഷയം അല്ലാഹു തആല പ്രതിപാദിക്കുമ്പോൾ ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് റിസ്ക് ആവശ്യമാണ്. ഒരു മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ആ റിസ്കിന്റെ വിഷയം അല്ലാഹു പറയുമ്പോൾ ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറയുന്നത് ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി. അവനാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ വിധാനിച്ച് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത്. ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് നിവസിക്കാൻ കഴിയും വിധത്തിൽ വിധേയപ്പെടുത്തി തന്ന രാജാധിപനായ റബ്ബ്, ആ റബ്ബ് പറയുകയാണ് ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖി. ആ ഭൂമിയുടെ മനാക്കിബുകളിലൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുമലുകളിലൂടെ, പ്രതലങ്ങളിലൂടെ നിങ്ങൾ ഫംശു, സഞ്ചരിക്കുക, നടക്കുക എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നിങ്ങൾ നടക്കുകയാണ് വേണ്ടത്. വകുലൂ മിൻ റിസ്ഖി, നടന്നുകൊണ്ട് നിങ്ങൾ റിസ്ക് കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾക്ക് റിസ്ക് ലഭിക്കും എന്നാണ്. അപ്പൊ ആഖിറത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു പറയുന്നത് നിങ്ങൾ ഓടണം എന്നാണ്. സ്പീഡിലായിരിക്കണം കാര്യങ്ങൾ. അവിടെയൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർത്ത് വീണ്ടും കൂടുതൽ എന്ന ചിന്തയിലായിരിക്കണം. എന്നാൽ ദുനിയാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ വംശങ്ങൾ നടന്നാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾക്കുള്ളതൊക്കെ ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വ്യത്യസ്തമായ പ്രയോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത്? ആഖിറത്തിന്റെ കാര്യം അത് നാം ഓരോരുത്തരും പരിശ്രമിച്ച് നേടിയെടുക്കേണ്ടതാണ്. ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നയാള് സ്വർഗ്ഗത്തിലാണ്, ഇന്നയാള് നരകത്തിലാണ്, നമുക്ക് ആർക്കും അതിന്റെ റെസിപ്റ്റ് തന്നിട്ടില്ല. നാളെയുടെ ലോകത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഓരോരുത്തരും അധ്വാനിക്കണം, പരിശ്രമിക്കണം. അവിടെ സ്വർഗം ലഭിക്കണമെങ്കിൽ കഠിനമായ പരിശ്രമം ഈ ലോകത്ത് നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാവണമെന്നാണ് അല്ലാഹു പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം എന്ന പ്രചോദനമാണ് അല്ലാഹു നൽകുന്നത്. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് വേണ്ട റിസ്ക് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവസന്ധാരണ മാർഗങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ മുഴുവൻ സമയവും മാറ്റിവെക്കേണ്ടതില്ല. അതിന് ചെറിയ പരിശ്രമം നിങ്ങൾ നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് അത് ലഭ്യമാകും.
നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം മറ്റൊരാൾ കഴിക്കൂല. നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്ഥാനം, നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ജോലി മറ്റൊരാൾക്ക് നേടിയെടുക്കാൻ കഴിയൂല. നിങ്ങൾ 1000ാമത്തെ ആളായി 999 ആളുകൾ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് അവസാനത്തെ ആളായിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ എത്തുന്നത്. ഒരു പ്രതീക്ഷയില്ല നിങ്ങൾക്ക് അത് കിട്ടുമെന്ന്. നേരത്തെ സുബഹ് മുതൽ വന്ന് കിടക്കുന്ന ആളുകളുണ്ട്. വളരെ പ്രതീക്ഷയോടെയാണ് അവരൊക്കെ നേരത്തെ അറ്റൻഡ് ചെയ്തെന്നുള്ള സന്തോഷത്തില. പക്ഷെ അവരൊക്കെ പിന്തള്ളപ്പെട്ടു. അവസാനത്തെ ആൾ നിങ്ങൾക്കാണ് ആ ജോലി കിട്ടിയത്. അല്ലാഹു തീരുമാനിച്ചതാണ്. പടച്ച റബ്ബ് പറയാണ്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് കിട്ടിയേയിരിക്കും. അത് അതിന്റെ ആവശ്യകത അല്ലാഹുവിന് അറിയാം. അത് നിങ്ങൾക്ക് തന്നിട്ട് ഈ ഭൂമി ലോകത്ത് നിന്ന് നിങ്ങൾ പോവുകയുള്ളൂ. ഈ ഒരു തിരിച്ചറിവാണ് മുഅ്മിനായ ഒരു മനുഷ്യനുണ്ടാവേണ്ടത്. ഈ ഒരു ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ അവനാണ്. അതുകൊണ്ടല്ലേ ആ ബുദ്ധി ഏറ്റവും കൂടുതൽ ഉണ്ടായവരാരാണ്? അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരും മഹാന്മാരുമാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന തൊല്ലഖു ദുനിയ വഖാഫുൽ ഫിതന. അതുകൊണ്ട് തന്നെ അവർ ഈ ദുനിയാവിനെ ഇങ്ങനെ നോക്കിക്കണ്ടത് എങ്ങനെയാണ്? ഈ ഭൂമി ലോകത്ത് അവർ നോക്കിക്കണ്ടത് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിരന്തരം ഫിത്നകൾ നിറഞ്ഞതാണ്. അവർക്ക് ആ ബുദ്ധി കൊണ്ട് അവർ നോക്കി എപ്പോൾ ഈ ദുനിയാവ് ഇവിടെ നിന്നും ജീവിക്കാനുള്ളതല്ല. ഇതൊന്നും ജീവിക്കാനുള്ളതല്ല. ഇത് നശ്വരമായ ലോകമാണ്. അനശ്വരമായ ഒരു ലോകത്തേക്ക് പണിയെടുക്കാനുള്ള വിളനിലമാണ് ഇവിടെ. ഇവിടെ കൃഷി ഇറക്കണം, അതിനു വേണ്ടി പ്രയത്നിക്കണം എന്ന് കൃത്യമായി അവർ ബോധ്യപ്പെടുകയും ആ ബുദ്ധി ഉപയോഗിച്ച് അവർ കൃത്യമായി അമലുകൾ ചെയ്യുകയും ചെയ്തു എന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ചിന്തയാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ടത്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, മാ സിർറു സുഖ്തിക ഫി ദുനിയ, ഈ ദുനിയാവിൽ നിങ്ങൾ ഇത്രമാത്രം ഐഹികമായ പരിത്യാഗത്തോടുകൂടെ ജീവിക്കാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് ദുനിയാവ് വാരി കിട്ടണം എന്ന ചിന്ത വരുന്നില്ലല്ലോ. നിങ്ങൾ എപ്പോഴും കാണുന്നത് ഇബാദത്തിലാണ്. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയാണ്, 4 കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം എന്നിലുണ്ട്, അതുകൊണ്ടാണ്. ഒന്നാമത് മഹാനവറുകൾ പറയുന്നത്, എനിക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ച റിസ്ഖ് അത് മറ്റൊരാളും എടുക്കുകയില്ല എന്ന് എനിക്ക് ബോധ്യമായി. ഫത്മഅന്ന ഖൽബി, അതുകൊണ്ട് എന്റെ മനസ്സിനല്ല സമാധാനം കിട്ടി. എനിക്ക് അല്ലാഹു വിധിച്ച റിസ്ഖ് ഞാൻ തന്നെ എടുക്കുകയുള്ളൂ എന്നെനിക്ക് ബോധ്യമായപ്പോ പിന്നെ ഞാൻ റിസ്കിന് വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെടാറില്ല. ആ റിസ്കൊക്കെ വന്നോളും. അതിനുള്ള ചെറിയ ചെറിയ പരിശ്രമങ്ങൾ എന്റെ ജീവിതത്തിൽ അധ്വാനിക്കരുത് എന്നല്ല, ദുനിയാവ് ഉണ്ടാക്കരുത് എന്നല്ല ഈ പറയുന്നത്. പക്ഷെ അതിന് വേണ്ടി മാത്രം കച്ചുകെട്ടി ഇറങ്ങി ദുനിയാവ് ദുനിയാവ് എന്ന ചിന്ത അതെനിക്കുണ്ടായില്ല എന്നാണ്. രണ്ടാമത് മഹാനവറുകൾ പറയാണ്, എന്റെ അമലുകൾ അത് മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയില്ല. ഞാൻ നിസ്കരിക്കുന്നതിന് പകരം വേറൊരാൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഞാൻ സ്വതക്ക കൊടുക്കുന്നതിന് പകരം വേറൊരാൾ സ്വതക്ക കൊടുത്തിട്ട് കാര്യമില്ല. എന്റെ മുതൽ നിന്ന് ഞാൻ തന്നെ കൊടുക്കണം. അങ്ങനെ എന്റേതായ ആഖിറത്തിന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം എന്ന ബോധ്യം എനിക്ക് വന്നപ്പോൾ ഞാൻ അതിനു വേണ്ടി എന്നെ അങ്ങ് മാറ്റിവെച്ചു എന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബുദ്ധിയുള്ളവർ അവരാണ് യഥാർത്ഥത്തിൽ. നമ്മൾ എന്നെയും നിങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാഹു തആല ഓടാൻ പറഞ്ഞിടത്തേക്ക് നടക്കുകയും നടക്കാൻ പറഞ്ഞിടത്തേക്ക് ഓടുകയും ചെയ്യുന്നവരാണ് നമ്മൾ, അല്ലേ? ദുനിയാവിന്റെ നട്ടോട്ടത്തിലാണ്. ദുനിയാവിന് അങ്ങനെയാണ് പ്രയോഗം തന്നെ, അങ്ങനെയാണ്. ദുനിയാവിന് വേണ്ടി നട്ടോട്ടം ഓടുന്നതിനിടയിൽ നമുക്ക് മറ്റൊന്നിനും സമയം കിട്ടുന്നില്ല. ആഖിറത്തേക്ക് അല്ലാഹു ഓടാൻ പറഞ്ഞിടത്തോ നമ്മൾ നടക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ടെൻഷനാണ്. പടച്ച റബ്ബ് പറയുന്നതിന്റെ പ്രയോറിറ്റി കൊടുക്കാതെ അല്ലാഹു തആല പറയാത്തതിന് പ്രയോറിറ്റി കൊടുത്തപ്പോൾ നമുക്ക് ടെൻഷനായി. അങ്ങനെയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു ജഅല അല്ലാഹു ഗനാഹു ഫീ ഖൽബിഹി വജഅല ലഹു ശംല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാളുടെ മുഴു സമയവുമുള്ള അധ്വാനം അല്ലെങ്കിൽ ലക്ഷ്യം, അവന്റെ പ്രത്യേകമായ പ്രയോറിറ്റി അത് മുഴുവനും ആഖിറം ആഖിറം ആഖിറം, പടച്ച റബ്ബേ എന്റെ ആഖിറം എന്താവും എന്ന ചിന്തയാണ് എങ്കിൽ ജഅല അല്ലാഹു ഗനാഹു ഫീ ഖൽബിഹി വജഅല ലഹു ശംല, അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി കൊടുക്കും. അവന്റെ ഖൽബിന് നല്ല തുമഅനീനത്തുണ്ടാവും, സമാധാനം ഉണ്ടാവും. വഅതതുഹു ദുനിയ വഹിയ റാളിമ, വേണ്ടെന്ന് വെച്ച ദുനിയാവ് അവനിലേക്ക് ഇങ്ങനെ അടുത്ത് വരും. ഒരാവശ്യം ഉണ്ടാവില്ല, പക്ഷെ ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാനത്തി ദുനിയ ഹമ്മ, എന്നാൽ ഒരാളുടെ ലക്ഷ്യം മുഴുവനും ദുനിയാവ് ദുനിയാവ് വാരിക്കൂട്ടണം, അവിടെ എസ്റ്റേറ്റ് ഇവിടെ എസ്റ്റേറ്റ്,
അവിടെ വാങ്ങണം, ഇവിടെ വാങ്ങണം, ഇങ്ങനെ നിരന്തരം അതിന്റെ ചിന്ത തന്നെ. അതിനു വേണ്ടി ഓടി നടക്കുകയാണ്. നിസ്കാരമില്ല, ജമാഅത്തില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഓടി നടക്കുന്നവനാണെങ്കിൽ തങ്ങൾ പറയാം, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അവന്റെ ദാരിദ്ര്യത്തെ അല്ലാഹു തആല നോട്ട് ചെയ്യും. അവന്റെ കാര്യങ്ങൾ, അവൻ ബന്ധപ്പെടേണ്ട കാര്യങ്ങളൊക്കെ വിഭിന്നമാക്കി മാറ്റും. പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവനെ ഓടിക്കും. എന്നിട്ടോ അവസാന ഓട്ടം മാത്രം ബാക്കിയായി എന്നല്ലാതെ അവനെ വേണ്ട വിധത്തിൽ അതൊന്നും നേടിയെടുത്ത് സംതൃപ്തമായി ജീവിക്കാൻ കഴിയാതെ എല്ലാം ചിതറിപ്പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ദുനിയാവിനെ കൊടുക്കേണ്ടതിനേക്കാൾ വലിയ പ്രയോറിറ്റി നാം ആഖിറത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ്. ഇന്നത് കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും ടെൻഷൻ വരുന്നത്. ഇന്ന് ടെൻഷനുകളുടെ ലോകമാണ്, അല്ലെ? ഇന്ന് ടെൻഷനുകളുടെ ലോകമാണ്. പലരോടും നിങ്ങൾ ചോദിച്ചു നോക്ക്, എന്താ പള്ളിയിൽ കാണാത്തതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? സമയമില്ല വരാൻ, ജോലി അങ്ങനെയാണ് എന്റെ ജോലിയുടെ ഷെഡ്യൂൾ ടൈം അങ്ങനെയാണ്, സുബഹിക്ക് മുമ്പേ പോകണം, രാത്രി 11 മണിയാവും, പിന്നെ എങ്ങനെയാണ് ദീനി പ്രവർത്തനങ്ങളിൽ സജീവമോ, പിന്നെ എങ്ങനെയാ പള്ളിയിൽ കാണും? വെള്ളിയാഴ്ച തന്നെ ആ പീക്ക് ടൈമിലൊന്ന് എത്തിയാൽ ആരെ പറഞ്ഞു അങ്ങനെ എത്താനിക്കാൻ? അള്ളാഹു അങ്ങനെ പറയുന്നില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വേണ്ടത് വെച്ചിട്ടുണ്ട്. നീ ആഖിറത്തിന്റെ പ്രയോറിറ്റി കൊടുത്താൽ നിന്റെ മുന്നിലേക്ക് ദുനിയാവ് കൊണ്ടുവന്നു തരുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവ് എന്ന് ചിന്തിച്ചാൽ ആ ദുനിയാവ് തന്നെ ഓടിയാൽ തീരൂല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർബ് ദാലിക മതാഉദ് ദുനിയ ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. ദുനിയവിയായ വിഭവങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നത് അതൊക്കെ ഇങ്ങനെ ഭംഗിയായി അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നുന്ന നമ്മുടെ ഭാര്യമാര്, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, കൂമ്പാരങ്ങളായി കൂട്ടിയ സ്വർണ്ണങ്ങൾ, വെള്ളികൾ, മേത്തരം, കുതിരകൾ, അതുപോലെ തന്നെ കന്നുകാലികൾ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ കൃഷിയിടങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയതെല്ലാം ഓരോന്ന് വാങ്ങുമ്പോ അടുത്ത വാഹനം വാങ്ങണം. ആരെങ്കിലും വാങ്ങിയ വാഹനം വിറ്റിട്ട് ചെറിയ വാഹനം വാങ്ങണം എന്ന് ആലോചിക്കുന്നവരുണ്ടോ? അതെന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് മാത്രമായിരിക്കും. മറിച്ച് ചെറുതൊന്ന് വിറ്റിട്ട് വലുത് വാങ്ങണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയുണ്ടാവും. ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങുമ്പോൾ പ്രശ്നമല്ല പറഞ്ഞത്. ആവശ്യത്തിന് വേണ്ടി നമുക്കൊരു വലിയ വീട് വെക്കാം, നോ പ്രോബ്ലം, അത് നമ്മുടെ ആവശ്യമായിരിക്കണം. ഇന്നിപ്പോ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ടെൻഷൻ കൊണ്ട് നടക്കാനുള്ള കാരണം എന്താ? പലരും പറയുന്നത് ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ്. ജീവിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് കുറഞ്ഞ പണം മതി എന്നാണ്. ജീവിക്കാൻ, ഒരു മനുഷ്യന് ജീവിച്ചു പോവാൻ, ഒരു കുടുംബത്തിന് ജീവിച്ചു പോവാൻ ആവശ്യമായ പണമൊക്കെ ജോലി ചെയ്താൽ കിട്ടും. പക്ഷെ നമ്മൾ ജീവിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല നമ്മൾ ജീവിക്കുന്നുണ്ട്, അതിന് പണം തികയൂല. അതിനാണ് ഇന്ന് കടമെടുക്കുന്നത്, അതിനാണ് ഇന്ന് ബാങ്കിലേക്ക് ഓടുന്നത്. നമ്മളെ കല്യാണം നടക്കുന്ന അവസരത്തിൽ മറ്റുള്ളവനെ കാണിക്കണം, നമ്മളെ വീട് വെക്കുന്ന അവസരത്തിൽ മറ്റുള്ളവനെ കണ്ടിട്ട് അവന് കണ്ട് 4 കമന്റ് അടിച്ചു പോകുമെന്നല്ലാതെ ആ ദിവസം കഴിഞ്ഞു എന്നല്ലാതെ ഈ ടെൻഷനൊക്കെ ആയി ഒരു സമാധാനം ഇല്ലാതെ വീട്ടിൽ കഴിയുക. ഈ വിധത്തിൽ ജീവിക്കാൻ വലിയ പണം വേണം. അതാണ് പറഞ്ഞത്, ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ നിനക്ക് നിന്റെ മുന്നിൽ വലിയ സൗകുമാര്യതയോടുകൂടെയാണ് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. അതിന്റെ പിന്നാലെ ഓടിയാൽ, നെട്ടോട്ടം ഓടിയാൽ തീരില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഹദീസ്, ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ മാലി ലബ്തഗാ സാലിസ. 2 മലഞ്ചെരിവുകൾ മുഴുവനും ഒരാൾക്ക് എസ്റ്റേറ്റ്, ഒരു വലിയ എസ്റ്റേറ്റ് ഉണ്ട്. സങ്കല്പിക്കുക, വലിയ സമ്പാദ്യം, 2 കോടിയുടെ സമ്പാദ്യം അയാൾക്കുണ്ടെങ്കിൽ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് 3ാമത് 1 കോടിയുടെ എസ്റ്റേറ്റ് വാങ്ങണം എന്നായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യംലഉ ജൗഫ ബിനി ആദമ ഇല്ല തുറാബ്. അങ്ങനെ അവസാനം അവന്റെ ആഗ്രഹം ചെന്നടയുന്നത് അവന്റെ വായിൽ മണ്ണ് വീണാലല്ലാതെ അവന്റെ ആഗ്രഹം അടങ്ങുകയില്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ അവനെ ഖബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ അവന്റെ ആഗ്രഹം മാറുകയില്ല. ഈ അടുത്ത ഒരാഴ്ച ദിവസം ഞാൻ ആ വിഷയം പറഞ്ഞിരുന്നു. സുഹൃത്ത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇങ്ങനെയാണ് ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആഖിറം എന്ന ലക്ഷ്യം വിട്ട് ദുനിയാവ് എന്ന ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്. പള്ളിയിൽ ഇവിടെ നേരത്തെ ജുമഅക്ക് വേണ്ടി വന്നാൽ കിട്ടുന്ന പ്രതിഫലം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെ, ഒരു ഒട്ടകത്തെ കിട്ടുമെന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് എത്താൻ കഴിയുന്നില്ല. ഒരു മാടിനെ അഥവാ ഒരു പോത്തിനെ കിട്ടുമെന്ന് പറഞ്ഞ സമയത്ത് എത്താൻ കഴിഞ്ഞോ? ഇല്ല. എന്നാൽ ഒരു ആടിനെ കിട്ടുന്ന സമയം കഴിഞ്ഞോ? ഇല്ല. ഒരു കോഴിയെ വേണ്ട, ഒരു ഓംലെറ്റ് അടിക്കാനുള്ള മുട്ടയുടെ സമയം എന്ന് പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്കിലും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അതും പിടിക്കാൻ കഴിയാത്തവരാണ് ബഹുഭൂരിഭാഗം ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ്?
എന്നത് നേരെ മറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളെ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു, ജമാഅത്ത് ഒരു തീരുമാനം എടുക്കുന്നു, അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നേരത്തെ പള്ളിയിലെത്തുന്ന ആൾക്ക് ജുമാ കഴിഞ്ഞാൽ ഒരു ഒട്ടകത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സുബ്ഹാന ജല്ല ജലാലുഹു ഉറപ്പാണ്. നമ്മുടെ പള്ളിയിൽ ആളുകൾ നിറഞ്ഞു കവിയും. അത് നമ്മുടെ നല്ലൊരു ഉദാഹരണം. ഏത് പള്ളിയുടെയും അവസ്ഥ അങ്ങനെയായിരിക്കും. ആ ദുനിയാവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ, ഇവിടെ തന്നെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓടി വരാൻ ആളുണ്ടാവും. ഒരൊട്ടൊക്കെ പറയണ്ട, ഒരു കോഴിയെ കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ സുബ്ഹ് കഴിഞ്ഞതിന് ശേഷം ആളുകൾ എണീറ്റ് പോകില്ല. എന്താ, ഞാനാണ് നേരത്തെ വന്നത് എന്ന് പറയാൻ വേണ്ടി അവിടെ ഇരുന്നു പോകും. ആ ദുനിയാവിന്റെ വിഷയങ്ങൾ അങ്ങനെയാണ്. ഇന്ന് അൽ-കഹ്ഫ് സൂറത്തോളം ഞാൻ നിങ്ങൾ ഇന്ന് അൽ-കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുന്നത് മാത്രമല്ല, വർദ്ധിപ്പിക്കണം എന്നാണ്. വർദ്ധിപ്പിക്കൽ പോയിട്ട് ഒരു തവണയെങ്കിലും അൽ-കഹ്ഫ് സൂറത്ത് എത്ര പേര് ഓതി? എത്ര പേര് ഇവിടെ അൽ-കഹ്ഫ് സൂറത്ത് ഓതി എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി നമ്മൾ പറഞ്ഞാൽ വളരെ തൂലവും വിരളമായിരിക്കും, കുറവായിരിക്കും. എങ്കിൽ നമ്മൾ ആഖിറത്തിന് വേണ്ടിയല്ല, ദുനിയാവിന് വേണ്ടിയാ ഓടുന്നത്. നമുക്ക് ഈ ആഖിറത്തിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല. അതൊക്കെ ഓതിയാൽ എത്രമാത്രം വലിയ പവിത്രതയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം നമ്മൾ മൊബൈൽ നോക്കിയിരുന്നിട്ടുണ്ട്, ഫേസ്ബുക്ക് കുറെ ഓതിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് കുറെ ഓതിയിട്ടുണ്ട്, അതിൽ ഒരുപാട് ഖത്ം തീർത്തിട്ടുണ്ട്, ഒക്കെ സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അൽ-കഹ്ഫ് അതിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഖുർആൻ അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ ഇരിക്കുന്നിടത്ത് വെച്ച് ജോലി തിരക്കുകൾക്കിടയിൽ ഒരു ദിവസം ഓതി തീർക്കാൻ കഴിയും. ഒരു 10-15 മിനിറ്റ് മതി വളരെ ഭംഗിയായി ഓതി തീർക്കാൻ. ആ 15 മിനിറ്റ് നമുക്ക് ഒരു വെള്ളിയാഴ്ച കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുനിയാവിന്റെ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം. ദുനിയാവിന്റെ ആളുകളായി മാറിയാൽ, ലക്ഷ്യം മാറി സഞ്ചരിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും അത് തന്നെയാണ്. ദുനിയാവിന്റെ ആളുകളായതുകൊണ്ടുള്ള പ്രശ്നമാണ്. തങ്ങൾ അവിടെ നിന്ന് പറയാ, യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ ലകലതു ഇലാ ഖസ്അതിഹാ. നിങ്ങളൊക്കെ സുപ്ര വിരിച്ച് വലിയ തളികകൾ കൊണ്ടുവന്ന് ഭക്ഷണം അതിലിട്ട് കുറെ കൈകൾ അതിലേക്ക് വരുന്നത് പോലെ ഈ ഉമ്മത്തിന് നേരെ ഒരുപാട് കരങ്ങൾ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലായിടത്തു നിന്നും ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, എല്ലായിടത്തു നിന്നും ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് പലവിധങ്ങളായ കള്ളങ്ങൾ പ്രചരിപ്പിച്ചു വിടുകയാണ് അല്ലേ? നമ്മുടെ രാജ്യത്ത് തന്നെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ, ഇല്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിക്കാനുള്ള പ്രത്യേകമായ ഐഡിയകൾ അതിനെ പടച്ചുവിടുകയാണ്, വിദ്വേഷം വളർത്തുകയാണ്, മുസ്ലിമിനെ അകറ്റി നിർത്തേണ്ടവനാണ് എന്ന് ധരിപ്പിക്കും വിധത്തിൽ, അവന്റെ ഐഡിയ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ, അവന്റെ അസ്തിത്വം ഇല്ലാതെയാക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു കാലം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ അന്നേരം നമ്മൾ കുറഞ്ഞ ആളുകളായതുകൊണ്ടാണോ? തങ്ങൾ പറഞ്ഞു, അന്ന് നിങ്ങൾ ധാരാളം ഉണ്ടാവും, ഒരുപാട് മെച്ചോറിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ലോകാടിസ്ഥാനത്തിൽ 800 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളെ എടുത്തു നോക്കുമ്പോൾ 4-1 മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ 200 കോടി ഇവിടെ മുസ്ലിമുണ്ട്. 25% മുസ്ലിങ്ങൾ ഇവിടെ ലോകത്തുണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ. നമ്മൾ കുറവൊന്നുമല്ല. പക്ഷെ പിന്നെ എന്താണ് നിങ്ങൾക്ക്? അപ്പൊ ചോദിച്ചു, നബിയെ പിന്നെ എന്താണ് ഞങ്ങൾക്ക് അന്ന് ബാധിച്ചിരിക്കുന്നത്? തങ്ങൾ പറഞ്ഞു, അന്ന് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ഒരു രോഗമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ വഹ്ൻ എന്ന് പറയുന്ന ഒരു രോഗം അത് പിടിപെട്ടിരിക്കുമെന്ന്. ഉടനെ തന്നെ ചോദിക്കുകയാണ്, വഹ്നു യാ റസൂലല്ലാഹ്, എന്താണ് വഹ്ന്? അവിടെ നിന്ന് പറഞ്ഞു, ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള വല്ലാത്ത പ്രേമം. അഥവാ അല്ലാഹു തആല നടക്കാൻ പറഞ്ഞിടത്തേക്ക് ഓടുകയാണ്. ആ ഓട്ടം മരിക്കൂല എന്നുള്ള ചിന്ത എന്നവിടെ ശേഷിക്കും എന്ന ചിന്തയും, ഈ 2 ചിന്തയും നിങ്ങളെ കൊണ്ടുപിടിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഉപദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന ദുനിയ ഖദ് ഇർതഹലതു മുദ്ബിറ. ദുനിയാവ് ഇങ്ങനെ നമ്മിൽ നിന്ന് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാൻ നിന്ന സമയം അതിപ്പോ 10 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് കഴിഞ്ഞു, ഇനിയില്ല, എനിക്കില്ല. ഈ ലോകത്ത് ആ 10 മിനിറ്റ് നഷ്ടമാണ്. ഈ കേട്ട നിങ്ങൾക്ക് ആ സമയം ഇനി ഒരു 10 മിനിറ്റ് പുതിയതുണ്ട് എന്നല്ലാതെ ആ പഴയ ഇതിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ, ട്രാവൽ ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങളുടെ മുന്നിലേക്ക് മുന്നിട്ട് വരുന്നത് അത് ആഖിറമാണ്. രണ്ടിനും ആളുകളുണ്ട് ഈ ലോകത്ത്. ദുനിയാവിന്റെ ആളുകളുണ്ട്, ആഖിറത്തിന്റെ ആളുകളുമുണ്ട്. നിങ്ങൾ ആഖിറത്തിന്റെ ആളുകളാവണം.
വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ ആളുകളാവരുത് എന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉപദേശം ഇന്നത്തെ സന്ദേശമായി എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വേണം. അത് വെറുതെ ഇങ്ങനെ കൊത്തിവെച്ചാൽ പോരാ. അപ്പൊ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പടച്ചോനെ ആഖിറത്തിന്റെ ആളാവണം എന്നൊരു ചിന്ത നമുക്ക് വരണം. അങ്ങനെ പള്ളിയിലേക്ക് വരാൻ, അല്ലെങ്കിൽ ആ സമയത്ത് കൃത്യമായി നിസ്കരിക്കാൻ, ഒരിക്കലും ഖളാഅവാദ് നിർവഹിക്കാൻ ഒരു മനസ്സുണ്ടാവണം. സുന്നത്ത് നിസ്കരിക്കണം. വെള്ളിയാഴ്ചകളിൽ നിർബന്ധമായും ഓതുന്ന ഒരു സിസ്റ്റം വേണം. വെള്ളിയാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ലത് സുബ്ഹ് ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുത്ത് അവിടെ തന്നെ ഇരുന്ന് അങ്ങ് പാരായണം ചെയ്യാം. എന്നാൽ പിന്നെ ഓതേണ്ട ആവശ്യം വരില്ല. അത് ഞാൻ ഓതിയിട്ടേ എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകുമെന്നാണ് തീരുമാനിച്ചാൽ ഉറപ്പാണ് നടക്കണം. പിന്നെ നമ്മളെല്ലാവരും ശുഭത്തിലായിരിക്കണം. ഇപ്പൊ ഈ സുന്നത്തുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മൾ ദുനിയാവിന്റെ നട്ടോട്ടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്.